അതിസുന്ദരമായ ബോസ്നിയ ആൻഡ് ഹെസഗോവിന എന്ന രാജ്യത്തുകൂടെ നമ്മൾ സഞ്ചാരം തുടരുകയാണ്. മൂന്നാമത്തെ ദിവസത്തിൻ്റെ പ്രഭാതം. രാവിലെ കൃത്യം 8 മണിയായപ്പം നമ്മുടെ ഡ്രൈവറും ഗൈഡും സുഹൃത്തും ഒക്കെയായ കെൻ കാറുമായിട്ടെത്തി. ഇന്ന് കെന്ന് വേറൊരു രൂപഭാവങ്ങളിലാണ്. ഇന്നലെ മുടിയൊക്കെ നെറുകയിൽ കെട്ടിവെച്ച മട്ടിലായിരുന്നെങ്കിൽ ഇന്ന് മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന ഈ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശത്തേക്കാണ്. ഇന്നലെ പോയത് തെക്ക് പടിഞ്ഞാറ് പ്രദേശത്തേക്കായിരുന്നു. അതായത് ഈ രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, മറ്റൊരു ഭൂപ്രദേശത്തേക്ക് യാത്രയാകാണ്. ദീർഘമായ യാത്രയാണ്. ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന യായ്ച്ചെ എന്ന് പറയുന്ന ഒരു ചരിത്ര നഗരത്തിലേക്കാണ് പോകുന്നത്. ഈ യായ്ച്ചെ ഈ ബോസ്നിയയുടെ തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത്. അത്ര പ്രമുഖമായൊരു സ്ഥലമാണ്. അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് യാത്ര ചെയ്യുമ്പം. മലകൾ, താഴ്വരകൾ, പച്ചപ്പ്, കൃഷിയിടങ്ങൾ, പിന്നെ ഗ്രാമങ്ങൾ, വീണ്ടും ഈ പറഞ്ഞ പോലെ വിജനമായ പ്രദേശങ്ങൾ, ഇടയ്ക്ക് മനോഹരങ്ങളായ നദികൾ. ബോസ്ന എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്ത് കൂടെ കുറേ ദൂരം നമ്മൾ ഓടി. ഇങ്ങനെ ഓടുമ്പോൾ ഇപ്പം നമ്മളൊരു ഹൈവേ കൂടെയാണ് പോകുന്നത്. യൂറോപ്യൻ ഹൈവേ E73 എന്ന് പറയുന്ന ഹൈവേയിലൂടെ കുറേ ദൂരം നമ്മൾ ഓടുന്നുണ്ട്. കുറേ ഓടിക്കഴിഞ്ഞ് നമ്മൾ ഈ ഹൈവേയിൽ നിന്ന് പുറത്തിറങ്ങി നമുക്കിനി ഗ്രാമങ്ങളിലൂടെ വേണം യാത്ര ചെയ്യാൻ. പിന്നെ നമ്മൾ എത്തുന്നത് ലാഷ്വ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമം ഒരു നദീതീരത്താണ്. ലാഷ്വ നദി എന്ന് പറയുന്ന ഒരു ചെറിയ നദിയുടെ തീരത്ത്. ഈ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പം, ഗ്രാമം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ പ്രധാന ഭാഗം കുറേ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, ആ ഗ്രാമത്തിലുള്ളവർക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകൾ, ഇതൊക്കെ ഉള്ളതായിരിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ ഈ വഴിയോരങ്ങളിൽ കാണുന്ന കുറേ കടകൾക്കെല്ലാം ഏതാണ്ട് ഒരു സമാന സ്വഭാവം. എല്ലാത്തിൻ്റെയും മുമ്പിൽ കുറേ വീട്ടുപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, വള്ളി കൊണ്ട്, ചൂരൽ കൊണ്ടൊക്കെ നെയ്തെടുത്ത ഫർണിച്ചറുകൾ, കൂടകൾ, കൊട്ടകൾ, വട്ടികളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനൊക്കെ എന്നോട് പറഞ്ഞു, ഇവിടെ ഒന്ന് വണ്ടി നിർത്തി, എനിക്ക് ഈ ഒരു കട കാണണം. അങ്ങനെ ഒരു കടയുടെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. രസകരമായ കാര്യം എന്നറിയോ, നമ്മളീ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഒരു കടയിലും മനുഷ്യരില്ല, ഒരാളുമില്ല, കടക്കാരില്ല. കടയൊക്കെ തുറന്നു വെച്ചിരിക്കുന്നു. മുറ്റത്തും റോഡ് സൈഡിലും ഒക്കെ ആ കടയിലെ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ ഞാൻ ക്യാമറയായിട്ട് നടന്നു. കടയ്ക്കകത്തേക്ക് കയറി ചെന്ന് ഷൂട്ട് ചെയ്തു. ആരും വരുന്നുമില്ല, അന്വേഷിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ കെന്നോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇവിടെ ആൾ വന്നെന്ന് അറിയുന്നത്? അപ്പോൾ കെൻ പറഞ്ഞു, ഇതെവിടെ ഒരു ബെല്ലുണ്ട്, അവിടെ ഒരു നമ്മുടെ കോളിംഗ് ബെല്ല് പോലത്തെ ഒരു ബെല്ലുണ്ട്. ആ ബെല്ലടിച്ചാൽ വീട്ടിൽ നിന്ന് കടക്കാരൻ ഇറങ്ങി വരും, അല്ലെങ്കിൽ അടുത്ത കടക്കാരൻ വരും. അപ്പോൾ ഈ കടയിലെ കച്ചവടം നടത്തണമെങ്കിൽ അടുത്ത കടക്കാരൻ വന്നിട്ടാണെങ്കിലും വിറ്റ് കാശ് നമുക്ക് മേടിച്ച് പെട്ടിക്കകത്തിട്ട് വെച്ചേക്കും. അതിനകത്ത് ഈ വീട്ടുപകരണങ്ങളും കൃഷി ഉപകരണങ്ങളാണ് കൂടുതൽ. അതായത് ഒരു നാടൻ വീട്ടിൽ വേണ്ട ഉപകരണങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നവർക്ക് അറിയുമെന്നറിയില്ല, പക്ഷേ പഴയ തലമുറയുള്ള ആളുകൾക്കൊക്കെ അറിയാം. വീടുകളിൽ പണ്ടുണ്ടായിരുന്നവരും പലതരം കൊട്ടകളുണ്ട്. കോറുകൊട്ട, മുറം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം കൊട്ടകൾ. ഇത് നെയ്തെടുത്ത ചൂരൽ കൊണ്ടും പരമ്പ് കൊണ്ടും ഒക്കെ നെയ്തെടുത്ത കൊട്ടകൾ. അത്തരത്തിലുള്ള കൊട്ടകളും വട്ടികളുമൊക്കെ. അതുപോലെ തന്നെ കുട്ടികളെ ഉറക്കുന്ന തൊട്ടിലുകൾ, അതും ഈ പറഞ്ഞ പോലെ നെയ്തെടുത്ത സാധനങ്ങളാണ്. പിന്നെ കാർഷിക ഉപകരണങ്ങൾ, കൃഷിക്ക് ഉപയോഗിക്കുന്ന പലതരം തൂമ്പകൾ, മഴു, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പം ഒരു ഗ്രാമത്തിലെ കർഷകർക്ക് വേണ്ട, കർഷക വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, പാത്രങ്ങൾ, ഉറികൾ എന്ന് വേണ്ട, നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ പോലും കിട്ടാത്ത പല പഴയകാല ഉപകരണങ്ങളുമാണ് ഇപ്പോഴും ഈ ഗ്രാമങ്ങളിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതും അത് ആളുകൾ വാങ്ങുന്നുമുണ്ട്. ആ കാഴ്ചകളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതുവരെ ആരും അന്വേഷിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ വഴിയെ പോകുന്ന ആരെങ്കിലും ഈ സാധനം എടുത്തുകൊണ്ട് പോയാലും എന്ത് ചെയ്യും? അതൊന്നും സംഭവിക്കില്ല. അതാണ് ആ ബോസ്നിയ ഹെർസഗോവിന നാടിൻ്റെ സംസ്കാരം. ഞങ്ങൾ വീണ്ടും അവിടുന്ന് കാറിൽ കയറി യാത്ര തുടർന്നു. ഇങ്ങനെ പല ഗ്രാമങ്ങൾ കടന്നാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു ഗ്രാമം മാത്രമല്ല, ഇത് ഒരു ഗ്രാമത്തിൽ ഞാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ. എല്ലാ ഗ്രാമങ്ങളും ഇങ്ങനെയാണ്. ചില ഗ്രാമങ്ങൾ ബോസ്നിയാക്കുകളുടെ ആയിരിക്കാം, അടുത്തൊരു ഗ്രാമം ക്രൊയാട്ടുകൾക്ക് പ്രാധാന്യമുള്ളതായിരിക്കാം. ബോസ്നിയാക്കുകൾക്ക് പ്രാധാന്യമുള്ള ഗ്രാമത്തിലാണെങ്കിൽ അവിടെ ഒരു മോസ്ക് ഉണ്ടാവും. ക്രൊയാട്ടുകൾക്ക് പ്രാധാന്യമുള്ളതാണെങ്കിൽ അവിടെ ഒരു ചർച്ച ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന് ഒടുവിൽ നമ്മളുടെ ആദ്യത്തെ ഒരു സ്പോട്ട് ട്രാവ്നിക് എന്ന് പറയുന്നൊരു പട്ടണമാണ്. അവിടെ മലമുകളിൽ വലിയൊരു കോട്ടയുണ്ട്. ട്രാവ്നിക്കും ഒരു കാലത്ത് ഈ പ്രദേശത്തിൻ്റെ ഒരു ഭരണകേന്ദ്രമായിരുന്നു. രാജാവിൻ്റെ കാസിലൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒന്ന് കണ്ടിട്ട് പോകാം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാഴ്ചയാണ്. ട്രാവ്നിക്കിന് മലയുടെ താഴ്വാരത്തെ ഒരു പട്ടണമുണ്ട്. ആ പട്ടണം ഇന്നത്തെ ഒരു പുതിയ കാല പട്ടണമാണ്. അതിലൂടെ ഈ ലാഷ്വ നദി ഒഴുകുന്നുണ്ട്. ലാഷ്വ നദിയുടെ കരയിലാണ് ആ പട്ടണം. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കാണാം, ഈ നദീതീരത്തും റോഡ് സൈഡിലും ഒക്കെ ധാരാളം റെസ്റ്റോറൻറ്റുകൾ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന തരം റെസ്റ്റോറൻറ്റുകളാണ്. അവിടെ ഇപ്പോൾ ആളുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, രാവിലെയാണല്ലോ സമയം. കുറച്ചുകൂടെ കഴിയണം ആൾ വരാമെന്ന് കെൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതായാലും മുകളിൽ പോകാം. അങ്ങനെ റോഡുണ്ട് കോട്ടയിലേക്ക്, മലമുകളിലാണ് കോട്ട. കാസിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കോട്ട. ഈ പഴയ നഗരത്തിനകത്തൂടെ ഉള്ള റോഡിലൂടെ ഓടി മല കയറി മുകളിലെത്തി. അവിടെ ഒരു പാർക്കിംഗ് കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് പിന്നെ ഒരു റാമ്പ് കയറി വേണം നമ്മൾ കോട്ടയ്ക്കകത്തേക്ക് കയറാൻ. ഈ കോട്ടയ്ക്കകത്ത് ചെല്ലുമ്പോൾ കുറച്ച് കലാകാരന്മാരൊക്കെ രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്.
അവിടെ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ആളുകളുണ്ട്. അമ്പെയ്ത്ത് അമ്പെയ്ത് നമുക്ക് സമ്മാനം മേടിക്കാം. സന്ദർശകർ വരുന്നവർക്ക് അമ്പെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ പ്രച്ഛന്ന വേഷം കെട്ടി നിൽക്കുന്ന ചില പട്ടാളക്കാരുണ്ട്. ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ അവിടെയൊക്കെ ഒരുങ്ങി വരുന്നു. ഞങ്ങളിങ്ങനെ കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെ കിട്ടി, ഒരു കൂട്ടുകാരനെ കിട്ടി. ഞാനിതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ എൻ്റെ കാലിൽ ഉരുമുന്നു, കാലിൽ എന്തോ ഉരയുന്നു. ഞാൻ നോക്കുമ്പം ഒരു സുന്ദരൻ പൂച്ച അവൻ എൻ്റെ കാലിൽ ഇങ്ങനെ ഉരുമിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അവൻ്റെ പുറത്തൊന്ന് തലോടി. അപ്പോഴത്തേക്ക് അവന് വലിയ സ്നേഹമായി. അവൻ എൻ്റെ ചുറ്റും നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇത്തിരി അവനെ പിടിച്ച് ഞാൻ ആ കോട്ടയുടെ മതിലിൻ്റെ മുകളിലേക്ക് വെച്ചു. എന്നിട്ട് അവൻ്റെ പുറത്ത് തലോടി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനങ്ങ് നീണ്ടു നിവർന്ന് മലർന്ന് കിടന്നു. പൂച്ചയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്നെ ഇനി അങ്ങ് പരിലാളിച്ചോളൂ എന്ന മട്ടിൽ അവനങ്ങനെ കിടക്കുകയാണ്. എന്നെ ഒന്ന് തലോടൂ, എന്നെ ഒന്ന് സ്നേഹിക്കൂ എന്ന മട്ടിലാണ്. ഞങ്ങൾ ആ കിടക്കുന്ന പൂച്ചയെ ഞാൻ തലോടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കെന്ന് വന്നു. കെന്നിന് ഇവനോട് ഭയങ്കര സ്നേഹമായി. കെന്നും തലോടി. ഒരു 10-15 മിനിറ്റ് നേരം ഞങ്ങൾ പൂച്ചയായിട്ട് സല്ലാപം തുടർന്നു. ഇവൻ എന്ത് ചെയ്താൽ ഞങ്ങൾ വിട്ടുപോകില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ തലോടാതിരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തേക്ക് വന്നിട്ട് വീണ്ടും മലർന്ന് കിടക്കും. തലോടൂ എന്ന മട്ടിൽ. ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു ഇവനെ കൊണ്ടുപോകാൻ. നമുക്ക് കെന്നിന് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹം. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് ഇവനെ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ വീണ്ടും ആലോചിച്ച് കഴിയുമ്പോൾ കെൻ പറഞ്ഞു, ഞാൻ തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത് ടൗണിൽ. അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവനെ ആര് നോക്കും? എല്ലാ ദിവസവും ഞാനിങ്ങനെ യാത്രകളിലാണ്. ഇവന് കൃത്യമായിട്ട് ഭക്ഷണം ആര് കൊടുക്കും? ഇവൻ വീട്ടിൽ കിടന്നോളുമായിരിക്കും അല്ലേ? കെന്നിങ്ങനെ പെറ്റ്സിനെ വളർത്തിയിട്ടില്ല. കെന്നിന് ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം. ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവൻ ചിലപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരോടും ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള ഏതൊരു വീട്ടിലെ പൂച്ചയായിരിക്കും. ധാരാളം ടൂറിസ്റ്റുകളെ കണ്ട എല്ലാവരുടെ അടുത്തുനിന്ന് സ്നേഹം പിടിച്ച് പറ്റുന്നൊരുത്തനായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൂടെ പോന്നാലും അവനോട് നിൽക്കണമെന്നില്ല, അവനോട് കംഫർട്ടബിൾ ആവണമെന്നില്ല. ഒടുവിൽ അവനെ ഉപേക്ഷിച്ചിട്ട് യാത്ര തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ അവിടുന്ന് മലയിറങ്ങി. കാറ് ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയതെങ്കിലും ഞങ്ങൾ ആ മറ്റൊരു വഴിയിലൂടെ താഴെ പട്ടണത്തിലേക്ക് നടന്നു. പട്ടണത്തിലേക്ക് കുറേ ദൂരം നടക്കാനുണ്ട്. പോകുന്ന വഴിക്ക് പല വീടുകൾ, അവിടുത്തെ ജീവിത കാഴ്ചകളൊക്കെ കണ്ട് താഴെ എത്തുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ, പഴയ നഗരത്തിൽ നിരവധി സുവനീർ കടകൾ, ഗിഫ്റ്റ് ഷോപ്പുകൾ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഒക്കെ, കൂടാതെ നിരവധി റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ അവിടെ നിന്ന് ഒരു കാപ്പി കുടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ഇവിടുത്തെ നാടൻ കാപ്പി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതാണെങ്കിൽ ഈ സമയമായപ്പോഴത്തേക്ക് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞല്ലോ. ഒരു കാപ്പി കുടിക്കേണ്ട നേരമായി. കെൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കഴിക്കുകയും വേണം. കെന്നിന് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം. കെന്ന് നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ പുള്ളിക്ക് ചെറിയ ഭക്ഷണമൊന്നും കഴിച്ചാൽ പോരാ, നന്നായിട്ട് ഭക്ഷണം കഴിക്കും മൂപ്പര്. ഈ ലാഷ്വ നദിയിലേക്ക് നിരവധി കൈവഴികൾ വന്നു ചേരുന്നുണ്ട്. അതിലൊരു കൈവഴി ഇങ്ങനെ ഒഴുകി വരുന്ന, നമ്മുടെ തോടും ആറുമൊന്നും പോലെ സങ്കല്പിക്കരുത്, ആഴം കുറഞ്ഞ് ആ റെസ്റ്റോറൻറ്റിൻ്റെ അതേ നിരപ്പിൽ ഒരു 2-3 അടി മാത്രം താഴേക്കൂടെ പരന്നൊഴുകുന്നൊരു നദി, നല്ല തെളിനീരുമായിട്ട് ഒഴുകുന്നൊരു നദി. അതിൻ്റെ വക്കിലാണ് കസേരയൊക്കെ ഇട്ട് നമ്മളിരിക്കുന്നത്. അതിഗംഭീരമായൊരു സ്ഥലമാണ്. ഈ നദിയിൽ തന്നെ ഒരു ചിറ കെട്ടിയിട്ടുണ്ട്. ആ ചിറയിൽ നിന്ന് വെള്ളം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നതിൻ്റെ ശബ്ദവും ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ രൂപീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട മട്ടിൽ അതിൻ്റെ മുകളിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ കസേരകളിട്ട് അവിടെ ഞങ്ങളിരുന്നു. റെസ്റ്റോറൻ്റാണത്, ഒരു കുടകളൊക്കെ നാട്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഒരാൾ വന്ന് ഓർഡർ എടുത്തു. എനിക്കൊരു നല്ല ബോസ്നിയൻ കാപ്പി വേണമെന്ന് പറഞ്ഞു. കെന്ന് എന്തോ ഒരു വിഭവം പറഞ്ഞു. ഈ ബോസ്നിയൻ കാപ്പി മധുരമിടാത്ത നല്ല കുറുകിയ കാപ്പിയാണ്, കട്ടൻ കാപ്പി. അതിലേക്ക് ഇടാൻ വേണ്ടി പഞ്ചസാരയുടെ ക്യൂബുകൾ, കട്ടകളും മറ്റൊരു പാത്രത്തിൽ കൊണ്ട് നോക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ പഞ്ചസാര കട്ടകളെടുത്ത് ഈ കാപ്പിക്കകത്തോട്ടിടാൻ വേണ്ടി തുടങ്ങുമ്പോൾ കെൻ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയല്ല കാപ്പി കുടിക്കേണ്ടത്, ഇതെന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു പഞ്ചസാര ഇട്ട് വേണ്ട കഴിക്കാൻ. പഞ്ചസാര ഇട്ടല്ല ഇവിടെ കാപ്പി കുടിക്കുന്നത്. ബോസ്നിയൻ കാപ്പി അങ്ങനെയല്ല നമ്മൾ കുടിക്കുക. പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ പഞ്ചസാരയുടെ ഒരു കട്ട എടുക്കൂ. ആ കട്ട എടുത്തു, ആ കട്ട ആ കപ്പിനകത്തെ കാപ്പിയിൽ മുക്കൂ. ഞാൻ മുക്കി അതിനെ വായിലേക്കിട്ടു. അതിനെ ഇറക്കരുത്, കടിച്ച് പൊട്ടിക്കരുത്, അവിടെ കിടക്കണം. എന്നിട്ടിനി പയ്യെ ഈ കപ്പിലെ കാപ്പി എടുത്ത് കുറേശ്ശെ കുടിക്കുക. അത് കുടിച്ച് തീരുന്നിടം വരെ വായിൽ ആ പഞ്ചസാര കട്ട കിടക്കണം. ഇങ്ങനെയാണ് ബോസ്നിയൻ കാപ്പി കുടിക്കുക. അതായത് പഞ്ചസാരയും കാപ്പിയും രണ്ടായിട്ടേ വായിലേക്ക് പോകാവുള്ളൂ. വായി വെച്ച് വേണം ഇവ മിക്സ് ആവാൻ. വീണ്ടും ഓടി പോകുമ്പോൾ മനോഹരമായ ഭൂപ്രദേശങ്ങളാണ്. ചില ഭാഗങ്ങളിലെ മലനിരകളും കുന്നുകളും താഴ്വരകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ കൂടെ നമ്മൾ പോകുന്നതെന്ന് തോന്നും. അത്ര മനോഹരമായ പുല്ല് നിറഞ്ഞ പുൽമേടുകളുള്ള മൊട്ടക്കുന്നുകൾ, താഴ്വാരത്തൂടെ സുന്ദരമായ നദി ഒഴുകുന്നു, അതിൻ്റെ വക്കിലൂടെ നമ്മൾ പോകുന്നത്. അങ്ങനെ കൂടി കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മലയിറക്കമാണ്. ഒരു ഹെയർപിൻ വളവുകളുള്ള ഒരു ചുരംപാത പോലത്തെ വഴി. 7-8 ഹെയർപിൻ വളവുകളുണ്ട്. അതിങ്ങനെ ഇറങ്ങി നമ്മൾ താഴ്വാരത്തെ ഒരു ഗ്രാമത്തിലെത്തുന്നു. കോമാർ എന്നാണ് അറിയപ്പെടുന്നത്, കോമാർ. വീണ്ടും അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായ യായ്റ്റ്സെ എന്ന പട്ടണത്തിലേക്ക് എത്തുകയാണ്. ഒരു പുരാതന നഗരം. നമ്മളങ്ങ് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് യായ്റ്റ്സയുടെ കോട്ടയാണ്. ആ കോട്ടയ്ക്കകത്തെ കൊട്ടാരത്തിലിരുന്ന്, കാസിലിരുന്നാണ് ഈ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന പ്രദേശമൊക്കെ 1400കളിൽ രാജാവ് ഭരിച്ചിരുന്നത്.
അക്കാലത്ത് ഈ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ഒരു കത്തോലിക്ക രാജ്യമായിരുന്നു. ആ ഭരണം മുഴുവൻ നടന്നിരുന്നത് ഈ യായ്ചെ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ്. ഈ നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ നഗരത്തിലേക്ക് 2 നദികൾ ഒഴുകി വരുന്നുണ്ട്. പ്ലീവ എന്ന് പറയുന്ന ഒരു പ്രധാന നദിയും വെർബാസ് എന്ന് പറയുന്ന നദിയും. ഇത് രണ്ടും കൂടെ സംഗമിക്കുന്നത് ഈ നഗരത്തിൽ വെച്ചിട്ടാണ്, ഈ യായ്ചെ പട്ടണത്തിൽ വെച്ചാണ്. പ്ലീവ നദിയും വെർബാസ് നദിയും. ഈ പ്ലീവ നദി ഈ നഗരത്തിന് കുറച്ച് പുറത്ത്, കുറച്ച് മുകളിൽ വെച്ചിട്ട് 2 വലിയ തടാകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു അപ്പർ ലേക്കും ലോവർ ലേക്കും. ആ തടാകത്തിൽ നിന്ന് ഒഴുകി വന്നിട്ടാണ് ഇവിടെ വെച്ച് ഈ യായ്ചെ പട്ടണത്തിൽ വെച്ച് ഈ വെർബാസ് നദിയായിട്ട് സംഗമിക്കുന്നത്. ഈ വെർബാസ് നദിയുമായിട്ട് സംഗമിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ പ്ലീവ നദിയിലൊരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. അതാണ് ഈ നഗരത്തെ, ഈ യായ്ചെ പട്ടണത്തെ ഏറ്റവും പ്രശസ്തമാക്കുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാവുന്ന ഒരിടത്തേക്ക് ആണ് ഞങ്ങൾ ആദ്യം ചെല്ലുന്നത്. വണ്ടി അടുത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു ചെല്ലുന്നു. അപ്പോൾ ഈ നഗരത്തിൻ്റെ ഒരു ഭാഗം ഒരു ക്ലിഫാണ്. അവിടെ നിൽക്കുമ്പോൾ താഴെയാണ് ഈ വെള്ളച്ചാട്ടം. ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം ചാടുന്നു. അപ്പോൾ അവിടെ കുറേ വ്യൂ പോയിൻറ്റുകൾ അതിമനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങി നമുക്ക് പോയി വ്യൂ പോയിൻറ്റിൽ നിന്ന് കാണാം. താഴെയും വ്യൂ പോയിൻറ്റുകളുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ. പക്ഷേ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കാണുന്നത്. മുകളിൽ നിന്നാൽ അതിമനോഹരമായ കാഴ്ചയാണ്. അതായത് ഒരു ജനൽ കർട്ടൻ, വലിയ വീതിയുള്ളൊരു ജനലിൻ്റെ കർട്ടൻ ഇട്ട പോലെയാണ് ഈ വെള്ളം ചാടുന്നത്. നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ പലതും മുകൾ ഭാഗം പല ലെവലിലായതുകൊണ്ട് പല കഷ്ണങ്ങളായിട്ടായിരിക്കുമല്ലോ പലപ്പോഴും വെള്ളം ചാടുന്നത്. ഇതങ്ങനെയല്ല. ഒരു നിരപ്പായൊരു സ്ഥലത്ത് കൂടി ഒഴുകി വരുന്ന വെള്ളം ഒരു 10-30 മീറ്റർ താഴ്ചയിലേക്ക് ചാടുന്നിരിക്കുക. അങ്ങനെ ലെവലാക്കിയിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ലെവലായിരുന്നില്ല. അത് പിന്നീട് അവിടെ വെള്ളച്ചാട്ടം സുന്ദരമാക്കാൻ വേണ്ടി ലെവൽ ചെയ്തതാണ്. മുകൾ ഭാഗം പൊട്ടിച്ച് ലെവൽ ചെയ്തു. അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. അത് ഗംഭീര ഒരു കാഴ്ചയാണ്. ഈ നഗരത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ കാണുന്നത് ഒരു വശത്ത് നഗരം ഇങ്ങനെ നിൽക്കുന്നു, നഗരത്തിൻ്റെ മുന്നിൽ ഈ വെള്ളച്ചാട്ടം. അതിമനോഹരമായൊരു ഫ്രെയിമാണ്, ഗംഭീരമായ കാഴ്ച. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നത്. അപ്പം കെൻ പറഞ്ഞു, നമുക്ക് നേരെ മുകളിലെ കാസിലേക്ക് പോകണോ അതോ ഇവിടെ വാട്ടർ മില്ലുകളുണ്ട്. ഇവിടുന്ന് ഒരു കുറച്ച് അകലെ ഞാൻ പറഞ്ഞല്ലോ പ്ലീവ നദിയിലെ 2 തടാകങ്ങളുണ്ട്. അതിമനോഹരങ്ങളായ തടാകങ്ങളാണ്. ഒന്ന് അപ്പർ ലേക്ക്, 2 ലോവർ ലേക്ക്. ഈ അപ്പർ ലേക്കിൽ നിന്ന് ലോവർ ലേക്കിലേക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വാട്ടർ മില്ലുകളുണ്ട്. വാട്ടർ മില്ല് എന്ന് പറഞ്ഞാൽ വിൻഡ് മില്ല് പോലെ തന്നെ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ചക്രം കറക്കി ധാന്യം പൊടിക്കാനും തടി ഇറക്കാനും എണ്ണയാട്ടാനും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഉപയോഗിച്ചിരുന്നത് ഇത്തരം വാട്ടർ മില്ലുകളാണ്. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അതൊരു ഹെറിറ്റേജ് സൈറ്റാണ്. ഒപ്പം പ്രകൃതിയുടെ അതിമനോഹരമായൊരു സ്ഥലം, ഒരു മനോഹരമായൊരു പ്രദേശം കൂടിയാണ്. അങ്ങോട്ട് പോകണോ, ഏത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ലേക്കിലേക്ക് ആദ്യം പോകാം. പോയിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ട് നമുക്ക് കോട്ട ഷൂട്ട് ചെയ്യാം. ശരി, അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കും അതിമനോഹരമായ പ്രദേശങ്ങളാണ്. നഗരം പിന്നിട്ട് ഒരു 6-7 കിലോമീറ്റർ പോകണം ഈ ലേക്കുള്ള ഭാഗത്തേക്ക്. ഈ ലേക്കിൻ്റെ അപ്പർ ലേക്കിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. അതിമനോഹരമായ തടാകമാണ്. ഏറ്റവും ഇതിനെ സുന്ദരമാക്കുന്നതെന്നറിയോ, ഇതിൻ്റെ പരിസരത്ത് വൃത്തികേടാക്കുന്ന ഒന്നുമില്ല. ബാനറുകളോ പോസ്റ്ററുകളോ ആവശ്യമില്ലാത്ത എടുപ്പുകളോ പെട്ടിക്കടകളോ. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണെന്നും കണ്ട് തോന്നുന്നവരെല്ലാം കൊണ്ട് അവിടെ പെട്ടിക്കടയിട്ട് തട്ടുകടയും ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുന്ന കടകൾ ഒന്നും ഇടുന്നില്ല. പടുതാ വലിച്ചു കെട്ടി താൽക്കാലികം ഉണ്ടാക്കിയ പലഹാരക്കടകളില്ല. അതൊക്കെ ചെയ്യണമെങ്കിൽ അനുവാദം വേണം. അതിനൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ സുന്ദരമാണ്. നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം വൃത്തികേടാക്കുന്ന സത്യത്തിൽ ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളാണ്. ഒരടുക്കും ചിട്ടയും ഇല്ലാതെ, ഒരു വൃത്തിയും സൗന്ദര്യവും ഇല്ലാതെ, ഒരച്ചടക്കവും ഇല്ലാതെ, ഒരു സൗന്ദര്യബോധവും ഇല്ലാതെ സ്ഥാപിക്കുന്ന ഈ പടുതാ വലിച്ചു കെട്ടിയ താൽക്കാലിക കടകളാണ് നമ്മുടെ എല്ലാ ഹിൽ സ്റ്റേഷൻസിലെയും തടാക തീരങ്ങളെയും ബീച്ചുകളെയും ഒക്കെ വൃത്തികേടാക്കുന്നത്. അതിനൊരു സിസ്റ്റം വരണം, അതിനൊരു അടുക്കും ചിട്ടയും വരണം, അതിനൊരു സൗന്ദര്യബോധമുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അതൊക്കെ എന്നുണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും അതിസുന്ദരമായ തീരത്തുകൂടി ഓടി നമ്മൾ ഈ വാട്ടർ മിൽസ് ഉള്ള സ്ഥലത്തേക്ക് പോയി വണ്ടി നിർത്തി. ഞാൻ അവിടെ ഇറങ്ങി. വാട്ടർ മില്ലെന്ന് പറയുമ്പോൾ വലിയൊരു സംവിധാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇവിടെ അതല്ല, ചെറിയ മരം കൊണ്ട് പണിത ചെറിയ ചെറിയ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വഴിയരി വെച്ചിരിക്കുന്ന ഒരു പെട്ടിക്കടയേക്കാൾ ഒരു അല്പം കൂടെ വലിപ്പമേ ഉള്ളൂ. മരം കൊണ്ടുള്ളതാണത്. ഈ മുകളിലത്തെ തടാകത്തിൽ നിന്ന് ഇങ്ങനെ തട്ടായിട്ട് കാസ്കേഡുകൾ പോലെ ഇങ്ങനെ വെള്ളം ചെതറി ഒഴുകി വരുന്നുണ്ട് പല വഴിയിലൂടെ. അത് വരുന്നത് വളരെ രസകരമാണ്. ഒരൊറ്റ നദിയായിട്ട് ഒഴുകുകയല്ല, ഒരു മലഞ്ചെരുവിലൂടെ പല ചാലുകളായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നു. ഈ ഓരോ ചാലിൽ നിന്നും വെള്ളമെടുത്ത് അതിൽ 10-30 ഇത്തരം വീടുകൾ, ചെറിയ മരവീടുകൾ, പെട്ടികൾ എന്ന് വേണേൽ പറയാവുന്ന തരത്തിലുള്ള വീടുകൾ. ഈ വീട്ടിലേക്ക് ഒരു പൈപ്പിലൂടെ വെള്ളം കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഒരു ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കെട്ടിടത്തിനകത്താണ് മില്ല് പ്രവർത്തിച്ചിരുന്നത്. അത്തരത്തിൽ 10-20 വീടുകൾ ഇവിടെ കാണാം. ഇതിൻ്റെ ഒരു പ്രതാപകാലം ഉണ്ടല്ലോ. ഈ മില്ലുകൾ ആവശ്യമുണ്ടായിരുന്ന, മില്ലുകളിൽ പൊടിക്കലും അറക്കലും ആട്ടലും ഒക്കെ നടന്നിരുന്ന ഒരു കാലത്ത് 100-ലേറെ മില്ലുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു.
ഇവിടെ മാത്രമല്ല, നമ്മൾ കണ്ട ആ യായ്ചെ പട്ടണത്തിലെ ആ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതിൻ്റെ സമീപത്ത് നിരവധി മില്ലുകളുണ്ടായിരുന്നു. അയൽ നാടുകളിൽ നിന്ന് വരെ ആളുകൾ കുതിരപ്പുറത്ത് ധാന്യം, ഗോതമ്പിൻ്റെയും ചോളത്തിൻ്റെയും ഒക്കെ ധാന്യ കെട്ടുകളുമായിട്ട് ഉന്തുവണ്ടികളിലും കുതിരവണ്ടികളിലും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് പൊടിപ്പിച്ച് കൊണ്ടുപോകുമായിരുന്നു. ഈ പ്രദേശത്ത് ധാന്യം പൊടിക്കുന്ന ഒരു പ്രദേശമായിരുന്നത്. ഏതാണ്ട് ഒരു 1000 വർഷം മുമ്പ് മുതൽ ഇവിടെ ജനവാസമുണ്ട്. 10, 500, 600 വർഷം മുമ്പൊക്കെ ഇതിൻ്റെ ഏറ്റവും പ്രതാപകാലമായിരുന്നു. യൂറോപ്പിലൊക്കെ മനുഷ്യാധ്വാനം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലം വരെ ഉരലിൽ ആളുകൾ ഇടിച്ച് പൊടിച്ച് ധാന്യം പൊടിച്ച് രൂപപ്പെടുത്തിയിരുത്തിരുന്ന കാലത്ത്, അല്ലെങ്കിൽ നെല്ലൊക്കെ കുത്തിയിരുന്നത് മനുഷ്യാധ്വാനം കൊണ്ടായിരുന്നെങ്കിൽ, കറണ്ടൊക്കെ കണ്ടുപിടിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഈ പാശ്ചാത്യ നാടുകളിൽ യൂറോപ്പിലുമൊക്കെ കാറ്റിൻ്റെ ശക്തി കൊണ്ടും ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ടും ഒക്കെയാണ് അവിടെ ധാന്യം പൊടിച്ചിരുന്നത്. ടെക്നോളജിയുടെ സപ്പോർട്ട് കൊണ്ട് ഒക്കെ അവരുടെ ജീവിതം അന്നും വളരെ ഉന്നതമായൊരു നിലവാരത്തിലായിരുന്നു. വെള്ളം ഇങ്ങനെ പല ചാലുകളായിട്ട് ഒഴുകി വരുന്നു. ആ ഒഴുകി വരുന്ന വെള്ളത്തെ ഇപ്പോൾ ഒരു പൈപ്പ് കൊണ്ട് ശേഖരിച്ച് ഈ വാട്ടർ മില്ലിനകത്തേക്ക് കൊണ്ടുവരുന്നു. അതിനകത്ത് പൽച്ചക്രം കറങ്ങുന്നു. അതൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ എല്ലാം പ്രവർത്തിക്കുന്നില്ല. ഈ 2ാം ലോകമഹായുദ്ധകാലം വരെ ഈ മില്ലുകളൊക്കെ ഒരു തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് കുറേ ബോംബിംഗ് ഉണ്ടായി ഇവിടെ. ശത്രുവിൻ്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്തൂടെ പറക്കുമ്പോൾ ഈ 100ലേറെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഇങ്ങനെ നിരന്ന് ഒരു മലഞ്ചേരിയിലിരിക്കുന്ന കണ്ടപ്പോൾ ശത്രു സൈന്യത്തിന് തോന്നി ഇത് ഏതോ പട്ടാള ബാരക്കാണ്, പട്ടാളക്കാരുടെ ക്യാമ്പാണെന്ന് കരുതിയിട്ട് ഇവിടെ എല്ലാം ബോംബിട്ടിട്ട് പോയി. കുറേ എണ്ണം നശിച്ചുപോയി. പിന്നെ കുറേ കാലത്തേക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നത് കൊണ്ടും യുദ്ധാനന്തരം ഇത് ഉപേക്ഷിക്കപ്പെട്ടും നിലയിൽ കിടന്നു. പിന്നീട് യൂഗോസ്ലാവിയൻ കാലത്ത് ഇവിടുത്തെ പൈതൃക സമ്പത്തൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഈ മില്ലുകളെല്ലാം പുനഃസൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 10-20 എണ്ണം പ്രവർത്തിക്കുന്ന രീതിയിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഞാൻ നടന്നു. ഗംഭീരമായ വിഷ്വൽസാണ് കേട്ടോ, അതിമനോഹരമാണ്. ഇപ്പോഴും ആ ചരിത്ര സ്ഥലത്തെ ചരിത്ര നിർമ്മിതികളെ അവർ സംരക്ഷിക്കുന്ന രീതി അത്ഭുതപ്പെടുത്തും. അതിലൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തടാകത്തിലേക്ക് എത്തും. ലോവർ തടാകം, ലോവർ ലേക്ക്, അതിമനോഹരം. അതിൻ്റെ ചുറ്റും മലനിരകൾ, നല്ല തെളിഞ്ഞ ജലം, അതിനകത്തുകൂടെ ജലപക്ഷികൾ ഇങ്ങനെ നീന്തി കളിക്കുന്നു, മത്സ്യങ്ങളുടെ കൂട്ടങ്ങൾ അതിനകത്തൂടെ പോകുന്നു, അതിലൂടെ വഞ്ചി തുഴഞ്ഞു വരുന്ന ആളുകളെ കാണാം. അതിഗംഭീരമായി ബ്യൂട്ടിഫുള്ളായ, ഒരു മാലിന്യവും ഇല്ലാത്ത വൃത്തിയുള്ള സൗന്ദര്യമുള്ള ഭൂപ്രകൃതി. അതിലൂടെയൊക്കെ കുറേ നേരം നടന്നു. എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്താലും മതിയാവാത്ത, നമ്മളെ കൊതിപ്പിക്കുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ പരിസരങ്ങളിലും ഈ കായലിൻ്റെ തീരത്തുമൊക്കെ ധാരാളം ഹോട്ടലുകൾ, റിസോർട്ടുകൾ. അതൊന്നും നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണില്ല, അതൊക്കെ ഇങ്ങനെ മറഞ്ഞിരിക്കുക. പക്ഷേ അവിടെ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. അവിടുന്ന് യാത്ര തുടർന്നു. ഇനി തിരിച്ച് യായ്ചെ പട്ടണത്തിലേക്ക് പോകണം, കോട്ടയുടെ മുകളിലേക്ക് പോകണം. അങ്ങനെ ഓടി യായ്ചെ പട്ടണത്തിലെത്തുന്നു. കോട്ട ഒരു മലയുടെ മുകളിലാണ്. കോട്ടയുടെ താഴെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വലിയൊരു മാള്, സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അതിന് മുമ്പിലെ പാർക്കിംഗ് വണ്ടി കൊണ്ടിട്ട് ഞങ്ങൾ നടന്ന് കയറാൻ തീരുമാനിച്ചു. കെൻ മുന്നേ നടന്നു, ഞാൻ പുറകെ നടന്നു. ഒരു കുപ്പി വെള്ളമായിട്ട് കെന്നെ ഇങ്ങനെ മുമ്പേ പോവുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ ഗുഹയുടെ ടണലുകളുണ്ട്. ഈ ടണലൊക്കെ കടന്ന് കയറി ചെല്ലുന്നു. ഒരു ലെവലിലേക്ക് എത്തുന്നു. ഒരു മധ്യഭാഗത്തേക്ക് എത്തുമ്പം അവിടെ പുരാതനമായൊരു പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്. കൂടാതെ അവിടെ ഒരു മണിഗോപുരമുണ്ട്. അതിന് മുന്നിൽ കൂടെ സെൻറ്റ് ലൂക്ക് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു തെരുവുണ്ട്. പണ്ട് രാജഭരണകാലത്തെ സുപ്രധാനമായ തെരുവുകളായിരുന്നു. ഏറ്റവും പ്രമുഖമായ നഗരത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഇതൊക്കെ. പിന്നീട് അതെല്ലാം തകർന്നുപോയി. ഓട്ടോമൻ തുർക്കികൾ പിടിച്ചടക്കി ആ പള്ളിയൊക്കെ മോസ്കുകളാക്കി മാറ്റി. പിന്നീട് സംസ്കാരം തന്നെ മാറി, പല യുദ്ധങ്ങൾ കടന്നുപോയി. അങ്ങനെ ആ നഗരം തന്നെ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ എല്ലാ അവശേഷിപ്പുകൾ ഇന്നും അവിടെയുണ്ട്. ഈ പള്ളിയുടെയും ഈ മണിഗോപുരത്തിൻ്റെയും ഒക്കെ ആ തെരുവിലൂടെ നടക്കാം. ആ കാഴ്ചകളും ചരിത്രമൊക്കെ മനസ്സിലാക്കി നടന്ന് പിന്നെ അവിടുന്ന് വീണ്ടും നമ്മൾ ഒരു ചെരിഞ്ഞ പാതയിലൂടെ കയറി കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് പോകാം. അങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് പിന്നിൽ ചുറ്റും ആ യായ്ചെ നഗരം ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാം. ചിലയിടത്തൊക്കെ ചില കോട്ടകൾ കാണാം, കോട്ടകളുടെ അവശിഷ്ടങ്ങൾ കാണാം. കോട്ടയ്ക്കകത്തെ പല കാഴ്ചകൾ ഷൂട്ട് ചെയ്തു. കോട്ട ഒരു രാജഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യ തലസ്ഥാനത്തിൻ്റെ പ്രൗഢിയോടെ ഒരു കാലത്ത് പണിതാണ്. ഇന്നതിനകത്ത് ഈ മതിൽക്കെട്ട് മാത്രമേ ഉള്ളൂ, അപൂർവം ചില കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്തൂടെ എല്ലാം ഷൂട്ട് ചെയ്ത് നടന്നു. അതിഗംഭീരമായ ഒരു പടിക്കെട്ടുണ്ട്. ഒരു വാതിൽ കടന്ന്, ഒരു പടിപ്പുര കടന്ന് വേണം കോട്ടയ്ക്കകത്തേക്ക് കയറാൻ. പിന്നെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. കാറിൽ കയറി. കാരണം ഇനി മടക്കയാത്രയിലാണ് എനിക്ക് ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, ജീവിതം എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് 1-2 സ്ഥലത്തെങ്കിലും നിർത്താം. കെൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മടക്കയാത്ര ആരംഭിക്കുന്നു. പോകുമ്പോൾ ഒരു വശത്ത് മലനിരകൾ, മറ്റേ സൈഡിൽ നദി ഇങ്ങനെ ഒഴുകി വരുന്നു. ആ നദീ തീരത്തുകൂടെ ഓടുമ്പോൾ ഞാൻ കെന്നോട് പറഞ്ഞു, കെന്നെ ഇനി കാണുന്നൊരു വീട്ടിൽ നമ്മൾ വണ്ടി നിർത്തും. കെൻ ഇറങ്ങിച്ചെല്ലും. അവരോട് ചോദിക്കും, നമുക്ക് ഈ വീടിനകം ഒന്ന് കാണട്ടെ, ഈ നിങ്ങളുടെ കൃഷിയിടം, നിങ്ങളുടെ കന്നുകാലികളെ കെട്ടിയിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ദൈനംദിന ജീവിതം, ഇതൊന്ന് ഞങ്ങൾക്ക് കാണണം. കെന്നിനൊരു ടെൻഷനുണ്ട്. കെൻ പറഞ്ഞു, നിങ്ങളീ പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആളുകൾ അവരുടെ വീടിനകത്തേക്ക് മഞ്ഞിര കയറ്റാൻ ഇഷ്ടപ്പെടുന്നില്ല. മറ്റ് നാട്ടുകാർ വന്ന് ചോദിച്ചാൽ സാധാരണ ഇത് പരിചയമില്ലാത്തവരൊന്നും വീട്ടിൽ കയറാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ചമ്മലുണ്ട് വീട്ടിൽ കയറി ചോദിക്കാൻ. നിങ്ങൾ മുമ്പേ നടക്കുകയാണെങ്കിൽ ഞാൻ വന്ന് ചോദിക്കാം. കാരണം ഞങ്ങൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുമ്പോൾ ഇതൊന്നും ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യം അവർക്കില്ല. ഈ നാട്ടുകാർ അന്യനാട്ടുകാരെ സ്വന്തം വീട്ടിൽ കയറ്റാൻ ഇഷ്ടപ്പെടുന്നവരുമല്ല. ഞാൻ പറഞ്ഞു നമുക്കത് ഒരു സൗഹൃദ രൂപത്തിൽ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങനെ ഇതൊന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ സമ്മതിക്കില്ലേ? നമുക്ക് നോക്കാം. കെന്നിന് പക്ഷേ ഇതിനൊരു ഒരു ഒരു വിമുഖതയുണ്ട് ഈ ഒരു പണിക്ക്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യം, ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാമങ്ങൾ കാണണം, അവിടുത്തെ വീടുകളിലേക്ക് ചെല്ലണം, വീട്ടിൽ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നത് കാണണം. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനിത് എന്നോട് പറഞ്ഞു, അങ്ങനെയാണ് പ്രേക്ഷകർക്ക് താല്പര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ചരിത്ര സ്ഥലങ്ങൾ, കോട്ടകൾ, കൊട്ടാരങ്ങൾ ഇതൊക്കെ കാണിച്ചാൽ ആളുകൾക്ക് ചരിത്രബോധമുള്ളവർക്ക് അല്ലെങ്കിൽ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിലും അതിസാധാരണക്കാരായ പ്രേക്ഷകർ പലരും ഇഷ്ടപ്പെടുന്നത് അതിസാധാരണമായ ജീവിത കാഴ്ചകളാണ്. ഒരു വീട്ടിലെ സാധാരണ ജീവിതം, മീൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ വലിയ ചരിത്ര വിവരണമൊന്നും അവർക്ക് ഇഷ്ടമല്ല. ശരി, നമുക്ക് നോക്കാം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നദിയുടെ തീരത്ത് ഒരു പ്രദേശത്ത് മനോഹരമായൊരു പുൽമേട്. ഈ പുൽമേടിൻ്റെ ഒരതിരിൽ സുന്ദരമായൊരു വീട്, ഒരു കൊച്ചു വീട്, ബ്യൂട്ടിഫുൾ വീട്. ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇപ്പോൾ കെൻ പറഞ്ഞു അവിടെ ആളുണ്ടോയെന്ന് അറിയത്തില്ല, അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് ആളൊന്നുമില്ല. ഞാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് ദൂരം ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ആ വീടിൻ്റെയും പുൽമേടിൻ്റെയും മുകളിൽ കൂടിയാണ് റോഡ്. കുറച്ച് ദൂരം ഇങ്ങനെ ഓടുന്ന സമയം നമുക്ക് ഈ വീട് കാണാം. ഞാനത് ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു കെന്നെ എന്താണല്ലോ അവിടെ ഇറങ്ങുക, അങ്ങോട്ട് നിർത്തുക. അപ്പം ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് ഇറങ്ങണം. കെന്നെ ഒന്ന് മടിച്ച് അവിടെ ഒന്ന് നിർത്തി. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോകും, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായി, അവിടെ ആരോ ഉണ്ട്. കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ആറ്റുതീരത്ത് 1-2 ആളുകളെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആളുണ്ട്. ആറ്റുതീരത്തിരിക്കുന്ന ആളുകൾ മീൻ പിടിക്കുക, ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കെന്ന് താഴേക്ക് ഇറങ്ങി ഈ പുൽമേട്ടിലേക്ക് കാർ ഇറക്കാതെ ആ റോഡിൻ്റെ വക്കിൽ തന്നെ വണ്ടി നിർത്തി. ഒരു ധൈര്യമില്ല, ഇയാൾ വഴക്കുണ്ടാക്കിയെങ്കിലും വീട്ടുടമ. അയാലും വണ്ടി അവിടെ നിർത്തി. കെന്നി ഞാനും പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു കെന്നെ ആ മീൻ ചൂണ്ടയിടുന്നവരോടൊന്ന് ചെന്ന് ചോദിച്ചേ, ഇന്ത്യയിൽ നിന്നൊരാൾ വന്നിരിക്കുന്നു, ഒരു ടെലിവിഷന് വേണ്ടി പരിപാടിയൊക്കെ ചിത്രീകരിക്കുന്ന ആളാണ്, നിങ്ങളുടെ ഈ വീട് കണ്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ബോസ്നിയയെ കണ്ടതിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ വീട് ഇതാണ് എന്നൊക്കെ അങ്ങ് പറ, എന്നിട്ട് ഇതൊന്ന് പുറത്തൊന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സൗഹൃദത്തിലാണെങ്കിൽ നമുക്ക് വീടിനകത്തൊക്കെ കയറാം. അങ്ങനെ കെന്ന് ഈ ചൂണ്ടയിടുന്നവരുടെ അടുത്തേക്ക് ചെന്നു. അവിടെ 2 പേരിരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. കെൻ എന്തൊക്കെയോ പോയി സംസാരിച്ചു. വീടിൻ്റെയും പരിസരത്തിൻ്റെയും ചൂണ്ടക്കാരുടെയൊക്കെ കുറച്ച് ഷോട്ടൊക്കെ എടുത്തപ്പോഴത്തേക്കും ഞാൻ അങ്ങ് ചെന്നു. അപ്പോൾ കെൻ പറഞ്ഞു ഇവർ പറയുന്നത് ഇവരുടെ അല്ല വീട്, വീട്ടിനകത്ത് അതിൻ്റെ ഉടമസ്ഥനുണ്ട് എന്നാണ്. ഇവരടുത്ത ആ മറുവശത്തുള്ള ഗ്രാമത്തിലെ ആൾക്കാരാണ്, അവർ ചൂണ്ടയിടാൻ വന്നതാണ്. ഇയാളെ പരിചയമുണ്ട്, പക്ഷേ നിങ്ങളങ്ങ് ചെന്ന് ചോദിക്കൂ, അയാൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. കെന്നെ വീട്ടുകാരനോട് ചോദിക്കാൻ വേണ്ടി അങ്ങ് നടന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ ചൂണ്ടയിടുന്നവരുടെ ഷോട്ടുകൾ ദൃശ്യങ്ങളെടുത്തു. അവർ അതിസുന്ദരമായൊരു നദിയാണ്, അധികം ആഴമില്ല. വെള്ളത്തിലേക്ക് നമ്മൾ ഇറങ്ങി നിന്നാലും നമ്മുടെ ഒരു അരയോളം വെള്ളമേ ഉള്ളൂ. ഇവർക്ക് മീനൊന്നും കിട്ടിയതായിട്ട് ഒരു ലക്ഷണവും കാണുന്നില്ല. ആ പരിസരത്തെങ്ങും ഒരു മീനുമില്ല. ചൂണ്ടയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഇടയ്ക്ക് പൊക്കും, എന്നിട്ട് നീട്ടി എറിയും കുറച്ചകലേക്ക്. ഒരാൾ കരയിലിരുന്നിട്ടാണ് ചൂണ്ടയിടുന്നത്, ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ചൂണ്ടയിട്ടിരിക്കുന്നു. വെള്ളത്തിൽ ഇറങ്ങിയ ആളുടെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ഗംബൂട്ട് പോലെ അരയോളമുള്ളൊരു ബൂട്ട് പോലത്തെ സാധനം, ഒരു പാൻസും ഷൂസും എല്ലാം കൂടെ ചേർന്ന സാധനം. അത് വിട്ടുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്നാൽ അരവരെയുള്ള വെള്ളമാണെങ്കിൽ നനയില്ല, അതായത് അത് നനയും, അകത്തുള്ള കാലോ വസ്ത്രമോ ഒന്നും നനയില്ല. അപ്പം നോക്കുമ്പം കെൻ ഒരാളുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഇയാളാണ് വീട്ടിൻ്റെ ഉടമസ്ഥൻ. ഒരു 70-72 വയസ്സുള്ള ഒരാളാണ്. പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് കെന്നുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. കെൻ എന്നെക്കുറിച്ച് കുറച്ച് പുകഴ്ത്തിയൊക്കെ പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെലിവിഷൻ ചാനലിൻ്റെ ആളാണ് പുള്ളി, ലോകയാത്ര നടത്തുന്ന ആളാണ്, അന്റാർട്ടിക്ക വരെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാൾക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ കെൻ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത്. കെന്നി പ്രതീക്ഷിച്ച പോലെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഇയാൾ വലിയ ഹാപ്പിയായി. അപ്പോൾ ഇയാളെ പരിചയപ്പെട്ടു. ഇയാളുടെ പേര് ഹാഷിം എന്നാണ്. ഹാഷിം ഒരു പ്രൊഫസറാണ്. ഹാഷിം ഇവിടെ ഈ ബോസ്നിയയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇവിടുത്തെ യാഴ്ചയിലെ ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. യുദ്ധം 1993 യുദ്ധം മുറുകിയതോടുകൂടി കോളേജെല്ലാം പൂട്ടി. യുദ്ധകാലത്ത് ഇയാളും കുടുംബവും ഈ രാജ്യം വിട്ടുപോയി. എന്നിട്ട് ഡെൻമാർക്കിൽ കുടിയേറി. ഡെൻമാർക്കിൽ ചെന്നപ്പോൾ ഇയാൾക്ക് ജോലി കിട്ടുന്നില്ല. കാരണം ഇയാളൊരു ചരിത്രാധ്യാപകനായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് വീണ്ടും ആ രാജ്യത്ത് വേണ്ട ഡെൻമാർക്കിൻ്റെ നിലവാരത്തിൽ ഡെൻമാർക്കിലൊരു അധ്യാപകനാകാൻ വേണ്ട യോഗ്യതാ പരീക്ഷകളെല്ലാം എഴുതി വീണ്ടും അവിടെ ജോലിക്ക് കയറി. അവിടെ ദീർഘകാലം ചരിത്രാധ്യാപകനായിട്ട് തന്നെ തുടർന്നു. 67-ാം വയസ്സിൽ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അയാൾ റിട്ടയറായി കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങ് നാട്ടിലേക്ക് പോന്നു. ഭാര്യയും മക്കളും ഒക്കെ ഇപ്പോഴും ഡെൻമാർക്കിൽ തന്നെയാണ്. അവർ ഇടയ്ക്കിടയ്ക്കെല്ലാം വെക്കേഷന് ഇവിടെ വരും. ഇടയ്ക്ക് ഹാഷിമും അങ്ങോട്ട് പോകും. പൂർവികർ കൊടുത്തൊരു വീടും പറമ്പുമൊക്കെയാണ്. വീട് ഈ അടുത്ത കാലത്ത് 2009 മറ്റോ ഹാഷിം ഒന്ന് പുതുക്കി പണിതു. മനോഹരമായിട്ട് പുതുക്കി പണിതിട്ടുണ്ട്. ചെറിയൊരു വീടാണ്. ഒരു 1-2 ബെഡ്റൂം,
ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു ഹാളും ഇത്രേ ഉള്ളൂ ആ വീട്ടിൽ. ഹാളിൻ്റെ ഒരു മൂലയ്ക്ക് കിച്ചൺ, ഒരു ഭാഗത്ത് ലിവിങ് ഏരിയ, ഭക്ഷണമൊക്കെ കഴിക്കുകയും ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യും, ടി വി കാണും, അങ്ങനെ ഒരു സംഭവം. ഈ വാതിൽ തുറന്നാൽ ഈ നദിയാണ് കാണുന്നത്, നദിയുടെ വക്കിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കൊരു കാപ്പി കുടിക്കണ്ടേ? ഞങ്ങൾ പറഞ്ഞു ഒരു കാപ്പി കുടിക്കാം. അങ്ങനെ ഞങ്ങളെ വീട്ടിനകത്തേക്ക് കയറ്റുകയാണ്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും സെയിം. ഞങ്ങളകത്ത് കയറുന്നു. അപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര ഉത്സാഹമായി. പക്ഷേ വീടിനകത്ത് ചെല്ലുമ്പോൾ മനോഹരമായ വീടാണെങ്കിലും ഈ ഒറ്റയ്ക്കൊരാൾ താമസിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് ഈ പ്രായമുള്ള ഒരാൾ. അപ്പോൾ അതുകൊണ്ട് പുള്ളി തുണി പറിച്ച് അവിടെ ഇട്ടിരിക്കുന്നു, ബെഡ്ഷീറ്റ് അവിടെ കിടക്കുന്നു, ആകെപ്പാടെ അലമ്പാകമൊക്കെ. പുള്ളി കുറേ തുണിയൊക്കെ വകഞ്ഞു മാറ്റി സോഫയിൽ ഇരിക്കാനുള്ള സ്ഥലം ഒരുക്കി തന്നു. ഞങ്ങളവിടെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ അടുക്കള നന്നായിട്ട് ഡിസൈൻ ചെയ്ത് പണിതിരിക്കുന്നതാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ അലമ്പ് പിടിച്ചൊക്കെ കിടക്കുന്നത്. പുള്ളി പെട്ടെന്ന് കാപ്പി എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴും ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഈ ചരിത്രം, ഇവരുടെ കരിയറിൻ്റെ, ഇവിടെ നാട് വിട്ടു പോയതിൻ്റെ, ഡെൻമാർക്കിൽ ചെന്ന് ജീവിതം കെട്ടിപ്പടുത്തതിൻ്റെ, കുടുംബത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കെൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നു. ഈ കേൾക്കുന്നതിനിടയ്ക്ക് തന്നെ ഞാനിതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ പോയ ആൾ പോയി 2 ജ്യൂസ് എടുത്തുകൊണ്ട് വന്നു. ആദ്യം അത് കൊണ്ടു തന്നു. അപ്പോൾ അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനിടയ്ക്ക് വീണ്ടും പുള്ളി ഒരു കുപ്പിയായിട്ട് വന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഇത്തിരി അങ്ങ് എടുക്കട്ടെ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ സാധനം? ആ കുപ്പി സ്മിർനോഫ് എന്ന് പറയുന്ന വോഡ്കയുടെ കുപ്പിയാണ്. ഞാൻ പറഞ്ഞു വേണ്ട. പുള്ളി പറഞ്ഞു, ഇത് വോഡ്കയല്ല, ഇതൊക്കെ പറഞ്ഞു തരുന്ന കെൻ വഴിയാണ്, ഇത് വോഡ്കയല്ല, ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു വൈനാണ്. പ്ലം കൊണ്ടുണ്ടാക്കുന്ന ഈ വൈനിൻ്റെ പേര് റാക്കി എന്നാണ് പ്രാദേശികമായിട്ട് ഈ പഴയ യുഗോസ്ലാവിയൻ പ്രദേശത്തെല്ലാം ഇതറിയപ്പെടുന്നത്. ഞങ്ങളുടെ ട്രഡീഷണൽ വൈനാണിത്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാണ്. അതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് നാളായി. നല്ലൊരു സുഹൃത്ത് വന്നിട്ട് വേണം അതൊന്ന് എടുക്കാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. റാക്കിയെ കുറച്ച് എടുക്കട്ടെ, ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ, ഞങ്ങളുടെ ഒരു ഡെലിക്കസിയാണ്, ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട പാനീയമാണിത്. ശരി ആവട്ടെ, അദ്ദേഹത്തിനൊരു കമ്പനി കൊടുക്കാൻ ഞാനും തീരുമാനിച്ചു. അപ്പോൾ കെന്നിനും വേണ്ടിയിട്ട് ഒഴിച്ചപ്പോഴാണ് കെന്നെ ഓർത്ത് ഇത് ഡ്രൈവ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡ്രൈവർ ഈ റാക്കിയെ തൊടാൻ പാടില്ല. അങ്ങനെ മനസ്സോടെ കെൻ അതിൽ നിന്ന് ഒഴിവായി. പിന്നെ എനിക്ക് ചെറിയൊരു ഗ്ലാസ്സിനകത്ത് എനിക്ക് ഒഴിച്ചു തന്നു, പുള്ളിയും ഒഴിച്ചു. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഓരോ ഗ്ലാസ്, ഈ ചെറിയ ഗ്ലാസ്സാണ്, ഷോർട്ട് ഗ്ലാസ് പോലത്തെ, കഴിച്ചു. അപ്പോഴത്തേക്കും ഇങ്ങനെ ആവേശമായി. പുള്ളി എന്നോട് ചോദിച്ചു, ഒന്നുകൂടി ഒഴിക്കട്ടെ? ഞാൻ പറഞ്ഞു മതി. പുള്ളി അവിടെ ഇരുന്ന് 2-3 ഗ്ലാസ് കഴിച്ചു. എന്നിട്ട് കാപ്പി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ മൂപ്പര് മറന്നുപോയി. പിന്നെ പുള്ളി കഥ പറയലാണ്, ഇവിടുത്തെ ജീവിതം, പൂർവികർ ഇവിടേക്ക് എത്തിയ കാലം. മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു ഇവരുടെ പൂർവികർ വസിച്ചിരുന്നത്. മോണ്ടിനീഗ്രോയിൽ ഒരു കാലത്ത് വംശീയമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. ക്രിസ്ത്യൻസും മുസ്ലിമും തമ്മിലുള്ള പോരാട്ടങ്ങളുണ്ടായ കാലത്ത് അവിടുത്തെ മുസ്ലിം കുടുംബങ്ങൾ പലതും ഈ ബോസ്നിയയിലേക്ക് കുടിയേറി. അങ്ങനെ ഏതാണ്ട് ഒരു 100 കൊല്ലം മുമ്പ് ഇവരുടെ മുതുമുത്തച്ഛൻ്റെ കാലത്ത് ഒക്കെ ബോസ്നിയയിലേക്ക് കുടിയേറിയെത്തിയതാണ് ഇവരെ. അവരുടെ മുതുമുത്തച്ഛന്മാരൊക്കെ ഉണ്ടാക്കിയ കൃഷിയിടങ്ങളും പറമ്പൊക്കെയാണിത്. അത് ഭാഗം വെച്ച് വന്ന് ഈ ഹാഷിമിന് കിട്ടി. ഹാഷിമ പഴയ വീടുണ്ടായിരുന്നെല്ലാം പൊളിച്ച് കളഞ്ഞ് അടുത്ത കാലത്ത് പുതിയ വീട് പണിതു. പക്ഷേ ഇവിടെ പുള്ളിക്ക് താമസിക്കുന്നത് ഏറ്റവും ഇഷ്ടമാണ്. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഏകാന്തതയാണ് പ്രശ്നം. എനിക്ക് വർത്തമാനം പറയാൻ ആളെ കിട്ടുന്നില്ല. ആ വർത്തമാനം പറയാൻ വേണ്ടി ആണ് അപ്പുറത്തെ ഗ്രാമത്തിലുള്ള 2 പേരോട് ഇടയ്ക്ക് വന്ന് മീൻ പിടിച്ചോളാൻ പറഞ്ഞിരിക്കുന്നത്. അവന്മാർ മീൻ പിടിക്കാൻ വരുമ്പം ഇങ്ങേര് പോയിരുന്ന് കഥ പറയും. അതുകൊണ്ടാണ് പുള്ളിയുടെ പറമ്പിൽ അടുത്ത ഗ്രാമക്കാരായി മീൻ പിടിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങളെ ഇന്ന് കിട്ടിയത് പുള്ളിക്ക് വലിയ സന്തോഷമായി. പുള്ളി കഥകൾ പറഞ്ഞിട്ടും തീരുന്നില്ല. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് മുകളിലത്തെ ബെഡ്റൂമൊക്കെ പോയി കണ്ടു. ഒറ്റ ഹാളാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ ഭാര്യയും മക്കളും കൂടെ വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒറ്റ ഹാളിലാണ് കിടക്കുന്നത്. അതിനകത്ത് 4-5 കട്ടിലുണ്ട്. എല്ലാവരും കൂടെ ഒരു ബെഡ്റൂമിൽ കിടക്കും. അത് ശരിക്കും പറഞ്ഞാൽ മുകളിലത്തെ ഒരു നിലയല്ല, ഒരു മച്ചുംപുറം പോലത്തെ ഒരു ഭാഗം ആ വീടിൻ്റെ. പക്ഷേ രസമാണ്. ഒരു കുടുംബമായിട്ട് ഇത്രയും സ്ഥലം മതിയെന്ന് നമുക്ക് മനസ്സിലാവും. കേരളത്തിൽ പോലും ഇനി വീട് വെക്കുകയാണെങ്കിൽ അത്രയൊക്കെ പാടുള്ളൂ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ പഠിക്കുന്ന ഒരു പാഠം. ഹാഷിം എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് കുറേ കാര്യം കൂടെ നിങ്ങളോടൊക്കെ വർത്തമാനം പറയാനുണ്ട്. തന്നെയല്ല, എനിക്ക് ടൗണിൽ വന്നിട്ട് സരയോ വന്നിട്ടൊരു കാര്യമുണ്ട്. അവിടെ എൻ്റെ ബന്ധുക്കൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങ് വരട്ടെ, നമുക്ക് വണ്ടിയിലിരുന്ന് കഥകൾ പറയാം. എന്നിട്ട് എനിക്ക് സരയോയിൽ ഇന്ന് രാത്രി താമസിക്കാം ബന്ധു വീട്ടിൽ. എന്നിട്ട് നാളെ കാര്യമൊക്കെ നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോരുകയും ചെയ്യാം. ഈ ഒരു മനുഷ്യൻ നമ്മളെ ഇത്രയും സൽക്കരിച്ചതല്ലേ, ഇത്രയും സ്നേഹപൂർവ്വം പെരുമാറിയതല്ലേ, വീട്ടിനകത്ത് കയറ്റി സൽക്കരിച്ച ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പം ശരി, ഞാൻ പറഞ്ഞു പോന്നോട്ടെ. എന്നാൽ ഞാൻ വീടൊക്കെ പൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിനകത്തേക്ക് കയറിപ്പോയി. വീടൊക്കെ പെട്ടെന്ന് പൂട്ടി. കുറേ നേരം എടുത്തു അത് പൂട്ടിയൊക്കെ ഇറങ്ങി വരാൻ. ഒരു പൂച്ചയൊക്കെ ഉണ്ട് പുള്ളിക്ക്. ആ പൂച്ചയ്ക്ക് തീറ്റയൊക്കെ കൊടുത്ത് പൂച്ചയെ മുറിക്കകത്താക്കി പൂട്ടി ഞങ്ങൾ വണ്ടിയിൽ ചെന്ന് കയറി. പിന്നെ ഞങ്ങൾ സരയോയിലേക്കുള്ള മടക്കയാത്രയല്ല, ഇനിയും കുറേ കാഴ്ചകളുണ്ട്. ഇരുട്ടുന്നതിന് മുമ്പ് കുറേ കാഴ്ചകളിലേക്ക് പോകണം. ഒരു ഗ്രാമത്തിൽ വെച്ച് കിട്ടിയ ഹാഷിം എന്ന് പറയുന്ന സുഹൃത്തും കെൻ എന്ന് പറയുന്ന സുഹൃത്തും ഇന്ത്യക്കാരനായ ഞാനും കൂടെ പിന്നെ അവിസ്മരണീയമായ ഒരു യാത്രയായിരുന്നു. ജർമ്മനി, പോളണ്ട്,
ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.